പൊതുവെ സ്ത്രീയും പുരുഷനും തുല്യരാണെന്നല്ല പറയാറ്. പക്ഷെ ഈ ഒരു അവസരത്തിൽ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ശാലിനി. ശാലിനിയുടെ അച്ഛനും അമ്മയും ശാലിനിനെ പഠിപ്പിച്ചു വളർത്തി വലുതാക്കി. അല്ല, എന്നിട്ട് ഒരു പരിചയമില്ലാത്ത അല്ലെങ്കിൽ ഇന്നലെ പരിചയപ്പെട്ട എൻ്റെ വീട്ടിലേക്കല്ല ശാലിനിയെ കെട്ടിച്ചയച്ച ഇതൊരു തരത്തിൽ ഒരു പറിച്ചു നടലല്ലേ? സമ്മതിക്കണം, ഇവിടെ ത്യാഗത്തിനെ സമ്മതിക്കണം. ഓ എന്തല്ലേ. അതുകൊണ്ട് തന്നെ ശാലിനിക്ക് എപ്പോൾ അച്ഛനമ്മനെ കാണണം തോന്നി കഴിഞ്ഞാൽ വീട്ടിൽ പോവാം. എത്ര ദിവസം വേണമെങ്കിലും നിൽക്കാം. എന്നോടൊരു വാക്കുകൂടി ചോദിക്കണ്ട. ആ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? ആ കിടക്കാല്ലേ? ശാലിനി എന്തോറ്റി? ചേട്ടാ, എനിക്ക് ഇപ്പൊ എന്റെ വീട്ടിൽ പോണം. എനിക്ക് എന്റെ അച്ഛനെ അമ്മനെ കാണണം. ശാലിനി വീട്ടിൽ പോവാം. ശാലിനി വീട്ടിൽ പോവാം, ഒരു കുഴപ്പമില്ല. സോമ, എന്താടാ ഇവിടെ ഒരു കരച്ചില്? എന്നിട്ടും വായുന്നന്റെ റെയിൽ വണ്ടി, കയറ്റങ്ങൾ അനവധി, ഇറക്കങ്ങൾ അനവധി, എന്നിട്ടും വായുന്നന്റെ റെയിൽ വണ്ടി. അതെ, എന്റെ ഒരു സംശയം, ഇവരെത്ര കാലം ഒരുമിച്ച് ജീവിക്കും? എന്താന്ന്? അതല്ല, ഇവരെത്ര കാലം ഇങ്ങനെ ഒരുമിച്ച് ജീവിച്ചു പോകും എന്നുള്ളതാണ് എന്റെ ഒരു സംശയം. വൃത്തികെട്ടവനെ, എന്തോ ഇരുന്ന് കള്ളു മേടിച്ച് കുടിച്ചിട്ട് വൃത്തികേട് പറഞ്ഞാണല്ലോ. എന്റെ വണ്ടിയുടെ ശബ്ദമല്ലേ കേട്ടത്? നിങ്ങൾ കേട്ടില്ലേ? എടാ എന്റെ വണ്ടി കൊണ്ടുവന്നടാ. എന്നാ പറ്റി? ഒന്നുമില്ല സഹിച്ചേട്ടാ. എന്നെ പറ്റി ആ കൊച്ചിനെ എന്നെ പറ്റി അവൻ ഉപദേശിച്ചു കാണും, അല്ലാണ്ട് ആ കൊച്ചു കരയുവോ? അങ്ങോട്ട് എന്തോന്ന് ചേട്ടാ, പെണ്ണ് പറ്റില്ല. അതിനു മുമ്പ് നക്ഷത്രവും കിട്ടി ജാതകവും കുറിച്ചു. തന്ത തട്ടിപ്പോകുന്നല്ലേ? ഇതിനുള്ള മറുപടി ഞാൻ കൊച്ചിന്റെ 10ാം വയസ്സിൽ പറയാം. ശാലിനി, എനിക്ക് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുണ്ട്. പതിവില്ലാതെ സിനിമയ്ക്കൊക്കെ കൊണ്ടുപോകാന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി. എന്നതാ കോള്? എൻ്റെ ദേഹത്തൊരു പോറിൽ വീഴുന്നുകൂടി എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. നമ്മൾ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ടും നിന്റെ വയറ്റിൽ കത്തി വെക്കും. അതിന് നമുക്ക് ഈ പ്രസവം നമ്മുടെ വീട്ടിൽ വെച്ച് നടത്താം. വിവരമില്ലേ നിങ്ങൾക്ക്? പ്രസവം കേൾക്കുമ്പോഴേ എനിക്ക് പേടിയാ, പിന്നല്ലേ വീട്ടിൽ വെച്ച്. ശാലിനി, പ്രസവം ഒരു പ്രക്രിയയാണ്, അത് നടന്നോളൂ. തേങ്ങാ കൊലയാണ് പ്രക്രിയ എന്നൊക്കെ ആണുങ്ങൾക്ക് വെറുതെ അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ. സോമൻ ചേട്ടന്റെ പിടിവാശി ഇവിടെ കാണിക്കല്ലേ. ഞാൻ എൻ്റെ കൈ വെച്ച് എന്തോരം പ്രസവം എടുത്തിരിക്കുന്നു. പശുവിന്റെ പ്രസവം എടുക്കുന്ന പോലെയാണോ ഇത്? ശാലിനി, അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ട് മാത്രമേ നമ്മൾ പ്രസവം നടത്തുകയുള്ളൂ. നിനക്കെന്നെ വിശ്വാസമില്ലേ? ഇനിയിപ്പൊ ഞാൻ സമ്മതിച്ചാൽ തന്നെ എന്റെ വീട്ടുകാർ സമ്മതിക്കോ? വെറുതെ നാട്ടുകാരെ കൊണ്ട് ഓരോന്ന് പറയിക്കാനായിട്ട്.
എനിക്ക് നിന്റെ സമ്മതം മാത്രം മതി, വേറെ ഒരാളുടെ സമ്മതം വേണ്ട. സോമൻ ചേട്ടൻ പറഞ്ഞ എന്തെങ്കിലും കാര്യത്തിന് ഞാൻ ഇതുവരെ എതിര് പറഞ്ഞിട്ടുണ്ടോ? പക്ഷെ എന്റെ കുഞ്ഞിന്റെ ജീവൻ വെച്ച് കളിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ചേട്ടത്തി അനങ്ങുന്നില്ല, ഗ്യാസ് കയറിയതാന്നാ പറയുന്നത്. എന്നാ പ്രശ്നം? ചേട്ടത്തി ഓ, മനുഷ്യന്റെ ഉറക്കകളെ ഓരോ മാരണങ്ങള്. ഇവിടെ വന്നപ്പോ ഇരിപ്പ് തന്നെ ആയിരുന്നില്ലേ? പോരാത്തിന് നേരത്തെ പൊട്ടുകടലേം കയറ്റി അപ്പൊ തുടങ്ങിയത്. ഒരു കാര്യം ചെയ്യ്, കുറച്ച് ജീരകോളം എടുത്തു. ഞാൻ പോയി എടുത്തിട്ട് വരാം. എടാ, ഈ വയ്യാവേലിയും കൊണ്ടാണ് നീ അവളുടെ പേരടിപ്പിക്കാൻ പോകുന്നത്. നിങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ കഴിച്ച പിന്നീട് ഞാൻ ഇങ്ങനെയായത്. അതെ, വാരി വലിച്ചു കയറ്റി ഓർക്കണായിരുന്നു. ആ പെങ്കുച്ചിൽ ഉണ്ടാക്കി വെച്ച മരുന്നിന്റെ പകുതിയും ഈ പെമ്പറത്തോത്തിയാ തിന്ന് തീർത്തത്. ഒരു ശകലം ഏത് മരുന്ന്? കരുണീ പുഷ്ടി. എന്താടാ പ്രശ്നം? ഒന്നുമില്ല, കുറച്ച് ഗ്യാസ് പ്രശ്നം. ആ കൊച്ചിനെ ആശുപത്രി കൊണ്ടുപോകാം. ആശുപത്രി കൊണ്ടുപോകണം. സമയമില്ല. വെച്ചിട്ടുള്ള കളിയാ നീ. ദേവൻ ചേട്ടാ, സജിയാണ്. ഒന്നുമില്ല. ഒന്ന് പേടിക്കണ്ടതേ, പേടിക്കണ്ട. ഒന്നുമില്ല. കിടപ്പേ പിടിക്കണ്ട്. കിടത്തി. തള്ളി. കിടത്തടാ. ഒരു കുഴപ്പമില്ല. കുഴപ്പമില്ല, ശാലിനി, ഒരു കുഴപ്പമില്ല. ചൂടുവെള്ളം എടുത്തോണ്ട് വാ. ചെല്ല്. പേടിക്കണ്ട. വേണ്ട, നീ ഇവിടേക്ക് ഞാൻ പോയിട്ട് വരാം. പേടിക്കാതിരിക്കുന്നേ. എടാ, നീ വേഗം പോയി കൊച്ചുമോളെ വിളിച്ചോണ്ട് വാ. ആ കൊച്ചിന്റെ അടുത്ത് തള്ളു മാത്രമേ ഉള്ളൂ. വേഗം വാ, താമസിക്കല്ലേ, ഓടി വാ. ശാലിനി പേടിക്കാതിരിക്കേ. ശാലിനി, ഞങ്ങളെല്ലാരും ഉണ്ട്. ഞാനുണ്ട്, ചേർത്തിയുണ്ട്, എല്ലാരും ഉണ്ട്. ചേർത്തി, പെണ്ണിപ്പോ വെറും ആ തുണിയൊക്കെ കരുത്തുണ്ടാ. ശാലിനി, ധൈര്യമായിട്ടിരിക്കേ. തുണി എടുത്തോണ്ട് വരാ. ശാലിനി പോരാ. പേടിക്കണ്ട, വേദന വരുമ്പോഴേ നല്ല ശക്തിയായിട്ട് അങ്ങോട്ട് മുക്ക്. എന്റെ കാവിലമ്മേ, എന്റെ കുഞ്ഞുങ്ങളെ ജീവനോട് തന്ന ഞാനൊരു പുഴുക്കാപ്പ് ചേർത്തേക്കാമേ. ആദ്യം തള്ളിക്കട്ടെ കൊടുക്കേണ്ടത്, ഇതൊന്ന് കഴിയട്ടെ. കൊച്ചുമോളെ, നീ ആ വെള്ളം ഒന്ന് തിളപ്പിച്ചേക്ക്. ഞാൻ എന്റെ കൊച്ചിന്റെ അടുത്തേക്ക് ഒന്ന് പോട്ടെ. പൊക്കോ, ഞാൻ നോക്കോളാം. ശാലിനി, എനിക്ക് പേടിയാ. ശാലിനി, പേടിക്കാൻ ശ്രമിക്ക്. ശാലിനി, എനിക്ക് പറ്റുന്നില്ല. ശാലിനി, നീ മുക്കടി പെണ്ണ് എടി മുക്ക നേരത്തെ ശാലിനി, ശ്രമിക്ക്. ശാലിനി, ഈ നേരത്തെ ബോധം കിടന്നത്. ബോധമില്ലാത്തവരെ ഒരു നൊപ്പിച്ചു വെച്ചിട്ട് മോളെ നീ കരയല്ലേ. ശാലിനി, ധൈര്യമായിട്ടിരിക്ക്. ശാലിനി, മതി. ഒന്ന് പെട്ടെന്ന് തുറക്കണോ? എന്റെ ഭഗവാൻ, എന്റെ മോള് വേഗം വാ ചേട്ടാ. സമാധാനിക്ക് ജാനകി. പെട്ടെന്ന് വാടോ. ശാലിനി, എടി മുക്ക. ആ കൃതാവ് തട്ടിക്ക് എന്റെ കൊച്ചിനെ കൊടുക്കരുത്. ഞാൻ 1000 തവണ പറഞ്ഞതാ. അവന് ഇത്രയും ഭ്രാന്ത് ഉണ്ടാവും ഞാൻ കരുതിയില്ല. എന്റെ ജാനകി ആടി ഓടി പാടോ. ശാലിനി, നീ ശ്രമിച്ചു നോക്ക്. ശാലിനി, ഒന്നുമില്ല. ശാലിനി, ശാലിനി, പേടിക്കണ്ട. ശാലിനി, ശാലിനി, ഒരു കുഴപ്പമില്ല. ശാലിനി,
നീ അകത്തോട്ട് ചെല്ല്. ആ, ഇനിയിപ്പോ നിങ്ങൾ പൊക്ക. നാളെ കാണാം. ശരി എന്നാ. അപ്പൂപ്പോ, അപ്പോ.